നമസ്കാരം. ഓരോ മാറ്റങ്ങളാണ് ഓരോ ദിവസവും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെയും പ്രതിപക്ഷ നേതാക്കളെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. നിലവിൽ ദില്ലിയിൽ ഒരു നിർണായക നീക്കമാണ് നടക്കുന്നത്. വികസിത് ഭാരത് 2047 ലക്ഷ്യമിട്ട് മാർഗരേഖ സമർപ്പിക്കാൻ 2 മന്ത്രിതല സമിതികൾ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ചുരുക്കി പറഞ്ഞാൽ 3 ത്രിമൂർത്തികളുടെ നേതൃത്വത്തിൽ ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് മോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിൽ ഒരു വമ്പൻ നീക്കമാണ് ദില്ലിയിൽ ഒരുങ്ങുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിൽ കേന്ദ്രം 2 പുതിയ അനൌദ്യോഗിക മന്ത്രിതല സമിതികൾ രൂപീകരിച്ചിരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുൾപ്പെടെ 13 അംഗങ്ങളാണ് അമിത്ഷായുടെ സമിതിയിലുള്ളത്. റെയിൽവേ IT മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇതിന്റെ കൺവീനർ. ധനകാര്യം, വ്യവസായം, വാണിജ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ലോജിസ്റ്റിക് വിഭവങ്ങൾ, ശാസ്ത്ര സാങ്കേതികം, ഭരണം എന്നിവ ഉൾപ്പെടെയുള്ള സാങ്കേതിക സാമ്പത്തിക മേഖലകളിൽ നിയമനിർമ്മാണപരവും നയപരവുമായ പരിഷ്കരണ അജണ്ട തയ്യാറാക്കുന്നതിലാണ് ഈ സമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമൂഹ്യ ക്ഷേമ സുരക്ഷാ മേഖലകളിലെ പരിഷ്കരണത്തിന് രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന സമിതിയിൽ 18 അംഗങ്ങളാണ് ഉള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, നൈപുണ്യ വികസനം, സാമൂഹ്യക്ഷേമം, ഭവനം, തൊഴിൽ, പൊതുജനാരോഗ്യം തുടങ്ങിയ മേഖലകളിലെ പരിഷ്കാരങ്ങൾക്കുള്ള സാധ്യതകൾ ഈ സംഘം പരിശോധിക്കും. റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി, കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ ഈ പാനലിലെ അംഗങ്ങളാണ്. തൊഴിൽ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് കൺവീനർ. അടുത്ത തലമുറയിലെ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയ്ക്കായി കർമ്മസേന രൂപീകരിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ മന്ത്രിതല സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമാകുന്ന തരത്തിലും ആഗോള സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിലും 2047ഓടെ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കുക എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളും മാറ്റി എഴുതണമെന്ന് പ്രധാനമന്ത്രി മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് പ്രതിമാസ റിപ്പോർട്ടുകൾ മന്ത്രിതല സമിതികൾ സമർപ്പിക്കണം. 3 മാസത്തിനൊടുവിൽ ഒരു സംയോജിത പരിഷ്കരണ രൂപരേഖ നൽകാനും ഇരു ഗ്രൂപ്പുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായുള്ള സെക്രട്ടറിയൽ പിന്തുണ നൽകുന്നത് ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പായിരിക്കും. 2 മന്ത്രിതല സമിതികളുടെയും അധ്യക്ഷന്മാർക്ക് ആവശ്യാനുസരണം മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും വിഷയ വിദഗ്ധരെയും ക്ഷണിക്കാനുള്ള അധികാരമുണ്ട്. ഉപദേശക റോൾ മാത്രമല്ല, സമിതിയുടെ റോൾ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പ്രായോഗികമായ കർമ്മപദ്ധതികൾ നിർദ്ദേശിക്കുകയും സമിതികളുടെ ചുമതലയാകും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തടസ്സങ്ങൾ ഇല്ലാതാക്കാനായി കേന്ദ്ര, സംസ്ഥാന, മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള നിയമങ്ങൾ റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുക, ഡിജിറ്റൽ ഹെൽത്ത്, ഫിൻടെക്, ഗിഗ് എക്കോണമി തുടങ്ങിയ ഭാവി മേഖലകൾക്ക് ആവശ്യമായ നിയമനിർമ്മാണങ്ങളുടെ കരട് തയ്യാറാക്കുക തുടങ്ങി നിയമപരമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും പാനലുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചരക്ക് സേവന സംവിധാനത്തിൽ സർക്കാർ ഇതിനോടകം നടപ്പാക്കാൻ നിശ്ചയിച്ച പരിഷ്കാരങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്ര മന്ത്രാലയങ്ങളും തമ്മിലുള്ള ഏകോപനത്തിന് അമിത്ഷായെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭാരതത്തെ 2047ഓടെ ഭാരതത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ഒരുങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത്. കൂടാതെ മറ്റു രാജ്യങ്ങളെക്കാളും ഭാരതത്തെ ശക്തമാക്കുക, കൂടാതെ എല്ലാ മേഖലകളിലും കരുത്തുറ്റതാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ മോദി സർക്കാരിനുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.